ഞാനൊരു 10-15 ദിവസത്തെ ഒരു വിദേശ യാത്രയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ദിവസേനയുള്ള കാര്യങ്ങൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല വിദേശത്ത്. എന്നാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതേ സമയത്ത് പഴയ ചില കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ യാത്രയ്ക്ക് പോകുന്നത്. അക്കൂട്ടത്തിൽ എനിക്ക് ആദ്യമേ പറയുവാനുള്ളത്, ഞാൻ എങ്ങനെയാണ് ഈ തുറമുഖത്തിന്റെ പ്രചരണത്തിൽ ഈ കഴിഞ്ഞ 30 വർഷം അല്ലെങ്കിൽ 33 വർഷം ഇപ്പോൾ പറയാം എങ്ങനെ എത്തി എന്നുള്ളത് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിശദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ദൂരദർശനിൽ പ്രോഗ്രാം വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സമയം ഇടയ്ക്ക് പ്രോഗ്രാമാണെങ്കിൽ ഈ അന്നത്തെ നാട്ടിൻപുറം എന്നൊക്കെ പറയുന്ന ഗ്രാമീണ മേഖലയാണ്, കൃഷി തുടങ്ങിയ സബ്ജക്റ്റൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ വിഭാഗത്തിൽ ഇരിക്കുമ്പോൾ ഇന്നത്തെ പോലെ നമുക്ക് എവിടെന്നെങ്കിലും ഒരു വിഷ്വൽ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ വിഷ്വലിന് വേണ്ടി കാസർഗോഡ് വരെ തിരുവനന്തപുരത്ത് നിന്ന് കാർ എടുത്ത് പോയി കാസർഗോഡ്, വയനാട്, മുത്തങ്ങ, ഇടുക്കി തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും കറങ്ങി തിരിഞ്ഞ് 1-2 ആഴ്ച അല്ലെങ്കിൽ മിനിമം ഏറ്റവും ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞാണ് ഇത്തരം യാത്രകൾ തിരിച്ചു വരുന്നത്. ഇപ്പൊ എന്താണ്, എനിക്ക് പോലും സൗകര്യമുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നിട്ടും ഒരു വിഷ്വൽ കിട്ടണമെങ്കിൽ ഒരു വാട്സാപ്പിൽ കിട്ടും. പക്ഷെ അന്നത്തെ ഒരു കഥയുണ്ട്, അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അങ്ങനെയുള്ള ഒരു കാലത്ത്, ഞാൻ പ്രോഗ്രാമിൽ ജോലി ചെയ്യുന്ന കാലത്ത് എന്നോട് ഒരു ദിവസം ന്യൂസ് എഡിറ്റർ ആണെന്ന് തോന്നുന്നു, ന്യൂസ് എഡിറ്ററാണോ ന്യൂസ് പ്രൊഡ്യൂസറാണോ, എന്നോട് പറഞ്ഞു ഒരു ഹെൽപ്പ് ചോദിച്ചു. എന്നോടൊരു ഹെൽപ്പ് ചോദിച്ചു, ഒരു ഇന്റർവ്യൂ എടുത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ താരതമ്യേന ഞങ്ങൾ ജൂനിയർ ആയത് കാരണം മുതിർന്ന ഓഫീസർമാർ പറയുമ്പോൾ ധിക്കരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, എനിക്ക് ഈ എല്ലാത്തരം കാര്യങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ ആളുകളെ പരിചയപ്പെടലും ഒക്കെ താല്പര്യമുള്ളതായിരുന്നു പണ്ട് മുതൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാൾ സൗത്ത് പാർക്ക്, ട്രിവാൻഡ്രത്ത് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്, ട്രിവാൻഡ്രത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഒരാൾ വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അഗർവാൾ എന്നാണ്. മുഴുവൻ പേര് അറിയില്ല, അഗർവാൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന് വരുന്നു, പോയി ഒരു ഇന്റർവ്യൂ എടുക്കാൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചോദിക്കും അദ്ദേഹത്തോട്? അപ്പൊ പുള്ളി പറഞ്ഞത്, മൈക്ക് വെച്ചിട്ട് എന്താണ് ഇവിടെ വരാൻ കാര്യമെന്ന് ചോദിച്ചാൽ മതി, ബാക്കിയൊക്കെ പുള്ളി പറഞ്ഞോളൂ എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം ശ്രീ അഗർവാൾ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നേരിട്ട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും ഫോണിൽ കൂടി. അങ്ങനെ ഞാൻ സൗത്ത് പാർക്കിൽ വരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു മുറി അത്ര വലിയ മുറിയല്ല, അതുകൊണ്ട് ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് ഈ കോറിഡോറാണ്. ഈ നടുക്കുള്ള സ്ഥലത്ത് ഒരു കസേരയിട്ടാണ് അദ്ദേഹത്തെ ഇരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ എനിക്കും എന്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ബാലപാഠമുണ്ട്, നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പാടില്ല. ജേർണലിസത്തിന്റെ ഒരു സൂത്രവിദ്യയാണ്, നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പാടില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം ആദ്യം. ഞാൻ തീരദേശത്തു നിന്നാണ് വരുന്നത്, അപ്പൊ എനിക്ക് കടൽ എപ്പോഴും അറിയാം. കടൽ കണ്ടിട്ടുണ്ട്, കടലിൽ കുളിച്ചിട്ടുണ്ട്, കടലിൽ തൊട്ടുനോക്കിയിട്ടുണ്ട്, എല്ലാത്തരം കടലിന്റെ വിദ്യകളും കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടൊരു ബാല്യം കടന്നുപോയ ആളാണ്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് അദ്ദേഹം വന്ന ഉദ്ദേശം എന്താണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്, കുമാർ എനർജി കോർപ്പറേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്താണ് ഇവിടെ എന്തോ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു വാക്കുണ്ടല്ലോ നമുക്ക്, നമ്മുടെ ഒരു വെപ്പൺ, തുറമുഖവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിനാണ് സാർ വന്നതെന്ന് മനസ്സിലാക്കുന്നു, എന്താണ് വരവിന്റെ ഉദ്ദേശം? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മന്ത്രിയെ കാണാനാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഒരു തുറമുഖത്തിന് വലിയ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ, ആ സമയത്ത് പറഞ്ഞ 2 കാര്യങ്ങളാണ് എനിക്ക് അന്നും ഇന്നും ഏകദേശം 30 വർഷം പിന്നിടുമ്പോഴും അന്നും എന്നും എനിക്ക് വലിയ ബലം നൽകുന്ന 2 കാര്യം. ഒന്ന്, വലിയ ആഴമുണ്ട്, നിങ്ങളുടെ കടലിന് വലിയ ആഴമുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ ഈ കപ്പൽ പാതയ്ക്ക് ഏകദേശം തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അത് വിഴിഞ്ഞമെന്ന് തന്നെ പറഞ്ഞു, വിഴിഞ്ഞമെന്ന് പറയുന്ന തീരം ഈ 2 കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ്. അപ്പൊ അവിടെ ഒരു തുറമുഖം പണിയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, പൊട്ട ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം മറുപടി പറയുകയും ഒക്കെ ചെയ്തു. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കാസറ്റ്, ഓർമ്മയുണ്ടല്ലോ അന്നത്തെ കാലത്തെ കാസറ്റ് എന്ന് പറഞ്ഞ ഒരു മുറം പോലത്തെ കാസറ്റാണ്, ഈ കാസറ്റ് കൊണ്ട് ഞാൻ ന്യൂസ് റൂമിൽ ഏൽപ്പിക്കുന്നു. അതോടുകൂടി എൻ്റെ കർത്തവ്യം തീരുന്നു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഈ 2 കാര്യം,
ഒന്ന് കടലിലെ ആഴം, പിന്നെ 2 പ്രോക്സിമിറ്റി, ഈ കപ്പൽ പാതയുമായിട്ടുള്ള അടുപ്പം. അന്ന് ഇന്റർനെറ്റ് ഇല്ല. അപ്പൊ പിന്നെ എന്താണ് മാർഗം? ഈ പട്ടാളത്തിലോ നേവിയിലോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ മുൻ നാവികർ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള ആളുകളെ തേടി പിടിക്കുകയായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം. എന്താണ് എന്റെ മനസ്സിൽ ഇത് കിടക്കുകയാണ്, എന്താണ് നമ്മുടെ കടലിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ഒരാൾ ഇവിടെ എന്തിനു വരണം? അപ്പൊ എന്തോ പ്രത്യേകത ഉണ്ട്, അവർക്കും കടലുണ്ടല്ലോ. അന്നത്തെ ആന്ധ്രാപ്രദേശിനും വിശാഖപട്ടണം കപ്പൽശാലയും വിശാലമായ കടലും ഒക്കെ ഉണ്ടെങ്കിലും അവരെന്തിന് ഇവിടെ വന്നു എന്നുള്ളത് അന്നും ഇന്നെനിക്ക് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പഴയ നാവികർ എവിടെയുണ്ട്, അവരെ കണ്ടുപിടിക്കാൻ പറ്റും. അന്നെല്ലാം കത്താണ്, എന്റെ വിദ്യ പോസ്റ്റ് കാർഡാണ്. ഒരു അഡ്രസ്സ് കിട്ടിയാൽ ആ അഡ്രസ്സിലോട്ട് ഒരു പോസ്റ്റ് കാർഡ് അയച്ച് കാര്യം ചോദിക്കും. അങ്ങനെ ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു. നമ്മുടെ കടലിന്റെ ആഴവും ഈ പ്രോക്സിമിറ്റിയും പിന്നെ പല പല പ്രത്യേകതകൾ, ടൈഡൽ വേരിയേഷൻ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. എന്തായാലും എന്നെ ഈ മേഖലയിലോട്ട് കൈപിടിച്ച് നടത്തിച്ചത് ശ്രീ അഗർവാളാണ്. അല്ലെങ്കിൽ അഗർവാളിന്റെ അഭിമുഖം എടുക്കാൻ എന്നെ ദൗത്യമേൽപ്പിച്ച ദൂരദർശനിലെ അന്നത്തെ ന്യൂസ് എഡിറ്ററാണ്, അല്ലെങ്കിൽ ന്യൂസ് പ്രൊഡ്യൂസറാണ്. എനിക്ക് ആരാണെന്ന് കൃത്യം പേരില്ല, അങ്ങനെ പേര് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ബൈജു ചന്ദ്രനാണോ, ടി ചാമിയാരാണോ, അല്ലെങ്കിൽ രവീന്ദ്രൻ സാറാണോ, ആരാണ് എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്തായാലും ന്യൂസ് റൂമിൽ നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ഇന്റർവ്യൂ എടുത്തത്. ആ ഒരു ദൗത്യമാണ് ഈ ഒരു വിഷയത്തിലോട്ട് എന്നെ നയിച്ചതും അതിൽ എന്താ പറയുക, ഒരു അള്ളിപ്പിടിച്ച് കയറാനുള്ള ഒരു താല്പര്യം ജനിപ്പിച്ചതും ആ അഭിമുഖമായിരുന്നു. ശ്രീ അഗർവാൾ ഇവിടെ വന്നത് ഒരു പോർട്ട് നിർമ്മിച്ചുകൊണ്ട് കൽക്കരി ഇറക്കുമതി ചെയ്ത് ഒരു തെർമൽ പദ്ധതി നടപ്പാക്കാനാണ്. ഒരു തെർമൽ പ്രോജക്റ്റ് ആയിരുന്നു. വൈദ്യുതി ഉൽപാദനം, കൽക്കരി കൊണ്ടുവരിക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, വൈദ്യുതി വിൽക്കുക തുടങ്ങിയ പരിപാടികളായിരുന്നു, അല്ലാതെ കണ്ടെയ്നർ ടെർമിനൽ അല്ല. അപ്പോ ഇതിൽ താല്പര്യം തോന്നിയ ആളെന്നുള്ള നിലയ്ക്ക് ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും പ്രാദേശികമായി ഈ പദ്ധതിക്കെതിരെ വലിയ എതിർപ്പ് വരികയും ചെയ്തു. ആ ഘട്ടത്തിൽ ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ഒരാളാണ് ഞാൻ. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നാട്ടുകാരോടൊപ്പം പന്തംകുളത്തെ പ്രകടനം നടത്തി ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവത്തിലും ഞാൻ സാക്ഷിയായിരുന്നു. അതിൽ നേതൃത്വമൊന്നും കൊടുത്തില്ല, അതിൽ പങ്കെടുത്തു. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പരിചയമുള്ള ആളുകൾ വിളിച്ചപ്പോൾ ഞാൻ പോവുകയും പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് എതിര് നിന്ന ഒരാളാണ് പിൽക്കാലത്ത് അത് കണ്ടെയ്നർ ടെർമിനലായി മാറ്റി അതിലൂടെ നമ്മുടെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചത് എന്നുള്ളൊരു വൈരുദ്ധ്യവും കൂടി ഈ കഥയിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്.